ധർമ്മം നിലനിർത്താൻ പ്രചരിപ്പിക്കാൻ ക്ഷേത്രങ്ങളുടെ പങ്ക് ക്ഷേത്ര പ്രവർത്തക സമിതി അംഗങ്ങളുടെയും ക്ഷേത്ര സമിതിയുടെയും കൂടുതലായിട്ട് എന്തെല്ലാം ചെയ്യണമെന്ന് സ്വാമിയുടെ ഉപദേശത്തിനായി കേൾക്കുന്നു. ക്ഷേത്രങ്ങൾ അടിസ്ഥാനപരമായി ശക്തി കേന്ദ്രങ്ങളാണ്. വിശിഷ്ട മന്ത്ര ചൈതന്യത്തിൻ്റെ അതിനനുസൃതമായ വൈദിക താന്ത്രിക ക്രിയകളുടെ പ്രത്യേക തരംഗ ദൈർഘ്യങ്ങളോടുകൂടിയ ദേവതാ സങ്കല്പങ്ങളുടെ ശക്തിസ്ഥാനങ്ങളാണ്. അത് അതിൻ്റെതായ രീതിയിൽ പരിപാലിക്കുക, അതത് സവിശേഷതയ്ക്കനുസരിച്ച് പരിപാലിക്കുക, അതത് ദേവതയ്ക്കനുസരിച്ച് പരിപാലിക്കുക. 1. 2. ക്ഷേത്രങ്ങൾ സമാജത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളാണ്. സമാജത്തിൻ്റെ ആരാധനാ കേന്ദ്രം എന്ന നിലയ്ക്ക് ഒരു ഭേദവുമില്ലാതെ നാസ്തി തേഷു ജാതി വിദ്യ രൂപകുലധന ക്രിയാദിഭേദ എന്ന നാരദീയ സൂത്രത്തിനനുസൃതമായിട്ട് ഭക്തന്മാർക്കിടയ്ക്ക് ജാതിയുടെയോ വിദ്യയുടെയോ രൂപത്തിൻ്റെയോ കുലത്തിൻ്റെയോ ധനത്തിൻ്റെയോ ക്രിയയുടെയോ ഭേദമില്ല എന്ന ആ ഏകതയുടെ ഭാവം ഉണർത്തിക്കൊണ്ട് ക്ഷേത്രപരിപാലകർ പ്രവർത്തിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അതത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സമാജത്തിന് സാമ്പത്തിക അഭിവൃദ്ധി വരുത്താൻ നോക്കുക. ക്ഷേത്രങ്ങളുടെ കൂട്ടായ്മ വളർത്തിയെടുത്ത് ആ ക്ഷേത്രത്തിൻ്റെ തട്ടകത്തിലുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന രോഗികൾ, പാഴ്ചയിൽ ഡയാലിസിസ് ചെയ്യുന്നവർ, വളരെ വിലയേറിയ മരുന്നുകൾ പ്രതിവാരം വേണ്ടവർ, അങ്ങനെയുള്ളവരെ കുറിച്ചൊരു സർവേ എടുക്കുക. ക്ഷേത്രത്തിന് സാധിക്കുന്ന രീതിയിൽ അത്തരം വ്യക്തികൾക്ക് സേവകൾ അർപ്പിക്കുക. ക്ഷേത്ര കോർഡിനേഷൻ ആയാലും അല്ലാതെയും ആധ്യാത്മിക പാഠങ്ങൾ, വേദപഠനങ്ങൾ, ധർമ്മപാഠങ്ങൾ ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിക്കുക. ധൂർത്തുകൾ ഒഴിവാക്കുക. ഏറ്റവും പ്രധാനം, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ മെഗാ ഗാനമേളയാണ്, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ മിമിക്സ് പരേഡാണ്, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ബ്രേക്ക് ഡാൻസ് ആണ്. എല്ലാം നല്ലതാ, പക്ഷേ സ്ഥാനം മാറിയ ഒന്നും ശോഭിക്കില്ല. അതൊക്കെ ക്ലബ്ബുകളിൽ നടത്തേണ്ടതാണ്, അത് ക്ഷേത്രത്തിൽ നടത്തേണ്ടതല്ല. അപ്പം ക്ഷേത്രങ്ങളിൽ ദയവ് ചെയ്ത് ധൂർത്തുകൾ ഒഴിവാക്കി ക്ഷേത്ര കലകളെ പ്രോത്സാഹിപ്പിക്കുക. കൂത്താണോ, കൂടിയാട്ടമാണോ, തുള്ളലാണോ, പാഠകമാണോ, ഇന്നതൊന്നുമില്ല. വേദപാഠങ്ങൾ ക്ഷേത്രങ്ങളിൽ നിർബന്ധമാക്കുക. കുട്ടികൾക്ക് ധർമ്മപ്രബോധനം നടത്തുക, അതിനുള്ള പാഠങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ നന്നാവും. കോടിക്കണക്കിന് ഉറുപ്പ്യ കരിമരുന്നിനും കരിക്കും ഉപയോഗിക്കാതിരിക്കുക. ഇന്ന് കരിയും കരിമരുന്നും ക്ഷേത്രം അടക്കി വാണിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞു, ക്ഷേത്രങ്ങളിൽ നിന്ന് കരിയും കരിമരുന്നും അകറ്റി വെക്കണം. ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ പോലും കരിയിനെയും കരിമരുന്നിനെയും കൊണ്ട് നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. അനുഭവ പറയണത്. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ചിദാനന്ദപുരി സ്വാമി നിരീശ്വരവാദിയാവുന്നു. അതെ, അനുഭവ പറയണത്. അതുകൊണ്ട് ആധ്യാത്മിക പഠനത്തിൻ്റെ, സംസ്കാര പ്രസരണത്തിൻ്റെ കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങളെ തീർക്കുക. ചോദിച്ച സ്ഥിതിക്ക് മറ്റൊന്നുകൂടി പറയാം. നമ്മുടെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും പ്രത്യേകം പ്രത്യേകം കമ്മിറ്റികൾ, ട്രസ്റ്റുകളൊക്കെ ആയിട്ട് നടക്കുന്നവയാണ്. മിക്കവാറും ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതാണ്. സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിൽ 18 വയസ്സ് കഴിഞ്ഞ വിശ്വാസിയായിട്ടുള്ള ആർക്കും ക്ഷേത്ര കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാം. ധർമാവബോധമുള്ള സമൂഹം ക്ഷേത്ര കമ്മിറ്റികളിൽ മെമ്പർഷിപ്പ് എടുക്കണം. അതൊരു ക്യാമ്പയിനായിട്ട് തുടങ്ങുക. പോരാ, വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴോ എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുപ്പ് വരും. ആ സമയത്ത് എക്സിക്യൂട്ടീവിലേക്ക് വരണം. സ്വാമി, എന്നെ ആരും പ്രപ്പോസ് ചെയ്യുന്നില്ല, സ്വയം പ്രപ്പോസ് ചെയ്യാലോ. എന്നെ എക്സിക്യൂട്ടീവിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു.
ഒരാളെ ഒന്ന് പിന്താങ്ങാൻ ചട്ടം കെട്ടിയാൽ മതി. ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിലേക്ക് വരിക. ഇത് ചെയ്യാതെ സ്വാമി അവിടെ മുഴുവൻ ക്ഷേത്രവിരുദ്ധരാണ് ഭരിക്കുന്നത്, അവിടെ മുഴുവൻ നിരീശ്വരവാദികളാണ് ഭരിക്കുന്നത് എന്ന് ആക്ഷേപിക്കുന്നത് കേൾക്കുമ്പോൾ സഹതാപം മാത്രമേ തോന്നൂ. മിക്ക സ്ഥലത്തുനിന്നും അത് കേൾക്കുന്നുണ്ട്. സ്വാമി ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രവിരുദ്ധരാണ് ഭരിക്കുന്നത്, വിശ്വാസികളല്ല ഭരിക്കുന്നത്. അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുടെ അനുയായികളാണ് ഭരിക്കണത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ സഹതാപേ തോന്നുള്ളൂ. കാരണം വേണ്ട സമയത്താണല്ലോ വേണ്ടത് ചെയ്യേണ്ടത്. ഇലക്ഷൻ സമയത്ത് വേണം അവിടെ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്, അല്ലാത്ത സമയത്തല്ല. അതിന് അവിടെ ബാർബർ ഷോപ്പിലോ ഇപ്പുറത്ത് ഹോട്ടലിലോ അപ്പുറത്ത് ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മറിച്ച് വേണ്ട സമയത്ത് മെമ്പർഷിപ്പ് എടുക്കുക, വേണ്ട സമയത്ത് അത് പുതുക്കുക, എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുക, ഭാരവാഹി സ്ഥാനങ്ങളിലേക്ക് വരിക, ക്ഷേത്ര നടത്തിപ്പിൽ സ്വാധീനം ചെയ്യുക. ഇതുകൂടി പ്രത്യേകം പറയുകയാണ്.